കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സമ്മേളനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസിൽ വെച്ച് നടന്നു. സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ UDFന് നിലമ്പൂരിൽ ഒരു വിജയം നടക്കുന്ന ഒരു സമയമാണിപ്പോൾ. UDF വിജയിക്കാനുള്ള കാരണം തന്നെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ ഒരു പരിശ്രമം തന്നെയാണ്. ഇത്തരത്തിലൊരു പരിശ്രമത്തോടുകൂടി നാം ഏവരും ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ അവരവരുടെ പഞ്ചായത്തുകളിലൊക്കെ മുനിസിപ്പാലിറ്റികളിലൊക്കെ നല്ല ശക്തമായ രീതിയിൽ വർക്ക് ചെയ്താൽ ഒറ്റക്കെട്ടായി അടുത്ത കേരള ഭരണം UDFനൊപ്പം. അതുകൊണ്ട് ഇന്നത്തെ ഈ നിയോജകമണ്ഡല കമ്മിറ്റി വിളിക്കുന്നതിന് സാധ്യത തന്നെ പഞ്ചായത്ത് തലത്തിൽ മുനിസിപ്പാലിറ്റി തലത്തിൽ എല്ലാവരും UDFനൊപ്പം ഐക്യം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ പരമാവധി ആളുകളെ വോട്ട് ചേർത്തുക, പരമാവധി ആളുകളെ നമ്മുടെ പാർട്ടിയിലേക്ക് വരാൻ പറ്റുന്ന ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, UDFനൊപ്പം അണിചേർക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഊന്നി പറഞ്ഞുകൊണ്ട് ആണ് നമ്മുടെ നിയോജകമണ്ഡലം കൺവെൻഷൻ. നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജു ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് റോയ് പെരിഞ്ചേരി മുഖ്യാതിഥിയായി. ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും എല്ലാം കൊണ്ട് വടക്കാഞ്ചേരിക്ക് അറിയപ്പെടുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് മനോജ് കടമ്പാട്ട്, സംഘടനാ ചുമതല സെക്രട്ടറി അരുൺ കണിച്ചായി, നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആൽവിൻ, യൂത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവും നിയോജകമണ്ഡലം പ്രസിഡന്റുമായ നിതിൻ, അങ്ങനെ ഇന്നിവിടെ വന്നിരിക്കുന്ന നമുക്കറിയാവുന്ന നമ്മുടെ ഏറ്റവും കുറച്ച് പ്രവർത്തകരായാലും ഏറ്റവും നല്ല, ഏറ്റവും സ്നേഹമുള്ള സഹപ്രവർത്തകരെ, കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഉള്ള ആളുകളുടെ ഐക്യമാണ് ഏറ്റവും ശക്തം. നമുക്കറിയാം, ഇന്ന് കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ ജനാധിപത്യം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ ഒരു പ്രവാചകൻ ഉൽപ്പാദിക്കുക എന്നത് അല്ലെങ്കിൽ ഉത്ഭവിക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിലെ യുവാക്കൾക്കോ കുട്ടികൾക്കോ ഒന്നും രാഷ്ട്രീയ കാര്യങ്ങളോട് താല്പര്യം കുറവാണ്, ജനാധിപത്യത്തിനോട് താല്പര്യം കുറവാണ്. ഒരു ജനാധിപത്യത്തിൽ ഒരു ജനാധിപത്യം നിയന്ത്രിക്കുവാൻ വേണ്ട ഒരു രാഷ്ട്രീയ ശക്തി ആളുകളുടെ ബലത്തിലല്ല, അവനവൻ്റെ ആത്മബലത്തിലാണെന്ന് തെളിയിക്കുന്നതാണ് ഒരു ജനാധിപത്യ പ്രവാചകൻ ഉത്ഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട മാണി സി കാപ്പൻ നമ്മുടെ പാർട്ടിയുടെ എല്ലാം അയാൾ ഏകനാണ്. നമുക്ക് അത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കാം, ആളൊരു ജനാധിപത്യത്തിൻ്റെ ഒരു പ്രവാചകനായി വന്നെന്ന് പാല അടക്കി വാഴിക്കൊണ്ടിരിക്കുക. അതായത് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മുഖ്യകണിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്. അതേമാതിരി തന്നെ നമുക്കറിയാം, ഇപ്പം നടന്ന നിലമ്പൂർ ഇലക്ഷൻ ആയാലും 6 ദിവസത്തോളം ആൾ നിലമ്പൂർ സ്റ്റേ ചെയ്യുകയും അവിടുത്തെ കുടുംബ സംഗമങ്ങൾ തൊട്ട് എല്ലാത്തിലും വളരെ വ്യക്തിപരമായും പാർട്ടിപരമായും ഒക്കെ ശക്തമായി പങ്കെടുത്തുകൊണ്ട് ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി ശക്തമായി വർക്ക് ചെയ്യുകയും അതിൻ്റെ ഫലം കാണുകയും ചെയ്തപ്പോൾ VD സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ കോൺഗ്രസ് അല്ല, ടീം UDF എന്നാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം, ശക്തമായ UDFൻ്റെ ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു. ജില്ലാ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി അരുൺ കണിച്ചായി സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് UDFനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകി. ജില്ലാ സെക്രട്ടറിമാരായ ആൽവിൻ ആൻഡോ, സന്ധ്യ അനിൽ, യൂത്ത് ഫോറം നിയോജക മണ്ഡലം പ്രസിഡന്റ് നിതിൻ സുഭാഷ്, ഗോപാലകൃഷ്ണൻ വെള്ളിത്തീരി, അരുൺ S നായർ എന്നിവർ പ്രസംഗിച്ചു. ഓട്ടുപാറ വെറ്റിനറി ഹോസ്പിറ്റലിൽ വളർത്തുമൃഗങ്ങളെ സ്കാനിംഗ് ചെയ്യാനുള്ള മെഷീൻ MLA ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്നും തെരുവ് നായകൾക്കുള്ള ഷെൽട്ടർ ഹോം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു.